എന്നാലും കാശിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ മനസമാധാനത്തിന് വേണ്ടി ഈ പോയ സ്ഥലം കൊള്ളാം. തായ്ലാൻഡ്. കാശിന്റെ ടൈറ്റ് എനിക്കല്ലല്ലോ, എൻ്റെ മാമനല്ലേ. നാട്ടിൽ നിന്ന് അങ്ങേരെ എന്തായാലും എന്നോട് ആ കാശ് വയ്ക്കും, എനിക്ക് കൊടുക്കേണ്ടി വരും. നിനക്കറിയാലോ എനിക്ക് നോ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. എടാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ DP റിമൂവ് ചെയ്ത് ഒളിച്ചോടുകയല്ല വേണ്ടത്. ആ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടത് അത് നന്നായി, നാട്ടിലാരും അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെന്താ ഡിലീറ്റ് ചെയ്തേ? അല്ല നീ ഇപ്പം എന്തിനാ വിളിച്ചേ? ആ എടാ, നമ്മുടെ കൂടെ പഠിച്ച അമ്മൂനെ ഓർമ്മയുണ്ടോ നിനക്ക്? എടാ അവള് ഫ്രണ്ട് ഇവിടെ ഉണ്ട്, എന്തോ പ്രശ്നമാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആണാണോ അതോ പെണ്ണോ? പെണ്ണാ. എടാ അവളെ ഉടായിപ്പാ. അപ്പം അവളുടെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ലോക ഫ്രോഡായിരിക്കും. ഇത് തലയിലെടുത്ത് വെക്കണോ? തലയിലെടുത്ത് വെച്ച്. എൻ്റെ പൊന്നളിയാ, അറിയാത്ത നാടാ, വല്ല സ്കാമും വല്ലതായിരിക്കും. ഒഴിവാക്കി വിടാൻ നോക്ക് നീ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ പെട്ടുവേ. ഒഴിവാക്കി വിടാല്ലേ? ആ അതാ നല്ലത്. പക്ഷേ നിനക്കറിയാലോ എനിക്ക് നോന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിൽ. അളിയാ നോന്ന് പറയേണ്ട അടുത്ത് നോ തന്നെ പറയണം. ഉവ്വ്. ആദ്യല്ലേ? അതെ, ഞാൻ മിയ, അമ്മുവിന്റെ ഫ്രണ്ട്. അമ്മു പറഞ്ഞില്ലേ? ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഓക്കെ. അളിയാ അളിയ പോലെ. ഹലോ ഒരു മിനിറ്റ് മിയ. ഹലോ. അളിയാ നോ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? എടാ അപ്പൊ ഞാൻ പറഞ്ഞൊന്നും തലേ കയറിയില്ലേ? എടാ എന്ത് ഭംഗിയാണെന്ന് അറിയോ കാണാൻ. എടാ നിനക്ക് കിട്ടും പണി. സ്കാമാണ് സ്കാമാണ് സ്കാമാണ്. വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, കുഴപ്പമില്ല. എന്നാ ബാഗ് അവിടെ വെച്ചിട്ട് നമുക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കാൻ പോയിട്ട് വാ. ഞാൻ വേണമെങ്കിൽ ബാഗ്. ഏയ് കുഴപ്പമില്ല. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല ഇല്ല. ഇങ്ങതാ. ഏയ് കുഴപ്പമില്ല. ഞാനെടുത്തോടാം. ഇതാണ് നമ്മുടെ റൂം. താങ്ക്സ് ആദി. എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് വന്നു, അതാ ആദ്യം ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. സോറി. ശേ, ഇതൊക്കെ എനിക്ക് ശീലമാണ്. അല്ല ഈ റൂം ഷെയർ ചെയ്യുന്നല്ല, ആൾക്കാരുമായിട്ടുള്ള ഷെയറിങ്. അല്ല ആൾക്കാരെ സഹായിക്കുന്നത്. യുനോ ഞാൻ ഭയങ്കര ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയുള്ള ഒരാളാണ്. നമുക്കേ ഒരു തായ് ടീ കുടിച്ചാലോ? ആവാം. ഓക്കെ, എന്നാ ബാഗ് ഞാൻ വെച്ചോളാം. എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് പോക്കോളാം. അയ്യോ അതല്ല ചോദിച്ചേ, ഈ തായ്ലൻഡിൽ എത്ര ദിവസം ഉണ്ടാവുന്നു? ഞാൻ പറഞ്ഞില്ലേ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ എവിടേക്ക് പോകാനാ പ്ലാൻ? അങ്ങനെയൊന്നുമില്ല, നോക്കണം. പേയ്മെന്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി, തരാം. ഷേ അതൊന്നും ഒരു കുഴപ്പമില്ല. ക്യാഷ് ഒന്നും ഒരു പ്രശ്നമില്ല. യുനോ മണി ഈസ് നോട്ട് എ മാറ്റർ. ആദി, ഞാൻ നല്ല ടയേർഡാണ്. ഓ അതിനെന്താ, നീ എവിടെ കിടന്നോളൂ, ഞാൻ താഴത്ത് കിടന്നോളാം. അയ്യോ അത് കുഴപ്പമില്ല, ഞാൻ നിലത്ത് കിടന്നോളാം. ഷേ താനിവിടെ കിടക്കടോ. അയ്യോ അത് ആദ്യമൊരു ബുദ്ധിമുട്ടാവില്ലേ? നീ എൻ്റെ ഗസ്റ്റാണ്, ഗസ്റ്റ് താഴത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അതാണ് എനിക്കൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് താനിവിടെ കംഫർട്ടായിട്ട് കിടന്നോളൂ പ്ലീസ്. നീ കിടന്നോളൂന്ന്.
ഞാൻ പണ്ട് ഈ NSS ക്യാമ്പിലൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഈ തറയിൽ കിടന്നൊക്കെ ശീലമാണ്. എന്നാ കിടന്നോളുന്ന. ഗുഡ് നൈറ്റ്. അയ്യോ, ഞാൻ തൻ്റെ ഫോട്ടോ എടുക്കുന്നല്ലായിരുന്നു. ഞാൻ ചുമ്മാ അങ്ങനെ സ്ക്രോൾ ചെയ്തു. എടോ, താൻ നോക്കിക്കോ. ഗാലറിയിലോ റീസൈക്കിൾ ബിന്നിലോ ഇടം ഫോട്ടോയിലോ ഒക്കെ നോക്കിക്കോ. ഞാൻ തന്നെ ഫോട്ടോ എടുത്തിട്ടില്ല. ഡോണ്ട് വറി, എനിക്ക് മനസ്സിലായി. എടോ, സത്യമായിട്ടും. ജസ്റ്റ് എൻജോയ് ദ വ്യൂ മാൻ. എന്താ കഴിക്കണ്ടേ? എന്ത് വേണേലും കഴിക്കാം. എന്നാ നമുക്കേ ഒരു ഡിഷ്. ഒറ്റ മിനിറ്റ്, ഞാനും സംസാരിച്ചിട്ട് പോരാ. എന്താടാ? എന്തായി? അവളെ ഒഴിവാക്കി വിട്ടാ? എടാ, അത് പിന്നെ ഞാൻ ഒന്ന്. എടാ, നീ ഇതുവരെ പഠിച്ചില്ല? എടാ, എന്ത് ഭംഗിയറിയാം അവളെ കാണാൻ. ഞാൻ അവളങ്ങ് പ്രേമിച്ചാലോ എന്ന് ആലോചിക്കുക. എടാ എടാ, പരമ്പരാഗത വിഡ്ഢി. അവള് നിന്നെ പറ്റിക്കും, അവള് നിന്നെ ചതിക്കും. എടാ, അത് നിനക്ക് പെണ്ണ് കിട്ടാത്തോണ്ട് തോന്നുന്നതാണ്. ആ, അതും പറഞ്ഞ് എന്റെ വായ അടപ്പിച്ചാൽ മതിയല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, അവള് നിനക്ക് സെറ്റ് ആവില്ല, ആവില്ല, ആവില്ല.